രഥമതിലേറി കൊണ്ടുഭൂതല ഭാരമൊഴി അധിപതി. ലാസ്റ്റ് നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. വിനോദ് സാറിന് ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ മുന്നിലേക്ക് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷണം അതെന്നാ പറഞ്ഞ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ കണ്ടാലും വീണ്ടും വീണ്ടും വന്ന് പറയുവാനും നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ മുഖ്യ പ്രഭാഷക, വേദിയിലും സദസ്സിലുമുള്ള സജ്ജനങ്ങളെ, ഗുരുജനങ്ങളെ സാധാരണ നമസ്കാരം. വൈദ്യുത ഗുരുവായൂരിന്റെ പ്രതിമാസ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ മഹാദേവീ നമഃ. ശ്രീ വടക്കുംനാഥാശരണം. ശ്രീ ഗുരുവായൂരപ്പാശരണം. ഇരിക്കുന്ന ഏവർക്കും വിനീതമായ നമസ്കാരം. ഏവർക്കും ആദ്യമായി പുതുവത്സര ആശംസകൾ നേരുന്നു. എന്നിവിടെ ഇങ്ങനെ ഒരു പ്രൗഢഗംഭീരമായ ഒരു വേദിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. കൂടാതെ ഇതിവിടെ വന്ന് ഈ ഉദ്ഘാടന കർമ്മമൊക്കെ ഭംഗിയായി നിർവഹിച്ച അതിമനോഹരമായ ഒരു പ്രസംഗം കാഴ്ചവെക്കുകയും കൂടി ചെയ്ത ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർക്കും ഒത്തിരി നന്ദി. നവംബർ 2 നമ്മൾ അവസാനം കാണുന്നത്. പിന്നീട് അധികം താമസിയാതെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പൊന്നു ഗുരുവായൂരപ്പനെ കാണാൻ വരിക എന്ന് വെച്ചാൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ആ കൂട്ടത്തിൽ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ സന്തോഷമാണ്. ഭഗവാനെ ഇനി ശരിക്കും പറഞ്ഞുകൊണ്ട് അച്ചടക്കത്തോടുകൂടി സംഘടനാ പാഠവത്തോടുകൂടി ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം വളരെ വളരെ വലുതാണ്. ഇന്ന് എനിക്ക് ഒരു ചെറിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു പ്രഭാഷണം എന്ന രീതിയിലൊന്നും എടുക്കരുത്. ഇത് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട്, പ്രിയ സുഹൃത്തുക്കളോട്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് ഞാൻ സഞ്ചരിച്ച വഴികളിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രം. താല്പര്യമുള്ളവരോട് ഒന്ന് മുഖാമുഖം കണ്ട് സംസാരിക്കണം എന്നുള്ള കാര്യം ആദ്യം എന്നോട് പറയുന്നത് എന്റെ ഭർത്താവ് തന്നെയാണ്. പിന്നീട് അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും ഏറ്റുപിടിച്ചു. പൈതൃകത്തിലെ ആത്മബന്ധുക്കളായ രവിയേട്ടൻ, മധുവേട്ടൻ, എന്റെ സഹോദര തുല്യനായ ഉണ്ണിയേട്ടൻ, പിന്നെ തൃശ്ശൂരിലുള്ള സേതുവേട്ടൻ, വടക്കുംപാട്ട് നാരായണ മാഷ്, ഷാജു പുത്തു മാഷ്, ഇവരെല്ലാം എന്നോട് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അതിൽ നിന്നും ഒക്കെ പിൻവാങ്ങിയത് അതിനുള്ള പ്രാപ്തിയൊന്നും എനിക്ക് ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ്. എല്ലാവരും നല്ല വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു മേഖലയൊന്നും ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ രഞ്ജിനി വിനോദ് ബ്ലോഗ് എന്നുള്ള ചാനലിൽ ക്ഷേത്രങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പോരാത്തതിന് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നും എന്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രിയപ്പെട്ടവരുടെ ആ സ്നേഹത്തിന് മുമ്പിൽ, ആ നിർബന്ധങ്ങൾക്ക് മുമ്പിലാണ് ഇന്നിവിടെ നിങ്ങളോട് എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ലളിതമായി പറഞ്ഞുകൊണ്ടിരിക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഭാരതം എന്ന നമ്മുടെ ദൈവഭൂമിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ക്ഷേത്രങ്ങളില്ലാത്ത ഒരു ഭാരതത്തിനെ നമുക്ക് സങ്കല്പിക്കുവാൻ സാധ്യമാണോ? ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ട്, ആ ആളെ കാണുവാനായിക്കൊണ്ട്, ആ ആളോട് സംസാരിക്കുവാനായിക്കൊണ്ട്, ആ ആളോട് നമ്മുടെ വിവരങ്ങളെല്ലാം പറയുവാനായിക്കൊണ്ട്, ആ അതിമനോഹരമായ തിരുമുഖം ഒന്ന് കാണുവാനായിക്കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ തന്നെയും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു
സമർപ്പിക്കുവാനായിക്കൊണ്ടാണോ പോണത്? അപ്പോൾ അത് ഒരു ആധ്യാത്മികമായ അനുഭവമായി മാറുന്നു. അപ്പോൾ തിരിച്ച് നമ്മിലേക്ക് പ്രവഹിക്കുന്നതും അതിമനോഹരമായ യുക്തികൾക്കപ്പുറത്തുള്ള ദിവ്യാനുഭവങ്ങളാണ്. ഓരോ ക്ഷേത്രവും അതിന് പ്രാപ്തമാണ്. ക്ഷേത്രങ്ങളിൽ പോകണോ പോകണ്ടയോ എന്നൊക്കെ ഇപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലേ. നമുക്ക് വിദ്യാഭ്യാസം കൂടുമ്പോൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് വേണ്ടാന്ന് വെക്കാം എന്നൊക്കെ ഒരു പ്രവണതയൊക്കെയുണ്ട്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണമെന്ന് ക്ഷേത്രത്തിന് ആഗ്രഹമൊന്നുമില്ല, നമുക്കാണ് ക്ഷേത്രം വേണ്ടത്. ഭാരതം ഒന്നും ഒരാളിലും ഒന്നും പഠിച്ചേൽപ്പിക്കുന്നില്ല, നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നാൽ ഈ പുണ്യം നിറഞ്ഞ ദേവഭൂമിയിൽ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വേണ്ട വിധം വിവേകത്തോടു കൂടിയാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. പണ്ടൊക്കെ കാരണവന്മാര് പഴയ തറവാടുകളിലൊക്കെ ക്ഷേത്രങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഭക്ഷണം തരില്ല, വെള്ളം തരില്ല എന്നൊക്കെ പറയൂലേ. അത് എന്തുകൊണ്ടാവും? നമ്മൾ കുറെ പോയി കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലൊക്കെ എത്തുമ്പോൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ തിക്കി തിരക്കി ആദ്യം എനിക്ക് മുന്നിലെത്തണം, എന്നിട്ടോ മറ്റേ ആളെ ചവിട്ടിപ്പിടിച്ച മുന്നിലെത്തി എന്തോ വല്ല ഭക്തിയുടെയോ പുണ്യത്തിന്റെയോ ഒക്കെ വല്ല സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്ന. ഞാനും എന്നോട് എന്റെ ഭർത്താവ് ചോദിക്കാറുണ്ട്, കുറച്ചൊക്കെ പക്വത ആയിക്കൂടെ ചോദിക്കാറുണ്ട്. സത്യമായിട്ടും ഇത്രയ്ക്ക് ക്ഷേത്രങ്ങളിൽ പോണതല്ലേ. അതെന്തുകൊണ്ടാ? നമ്മളത് ശരിക്കും അത് ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. കുറച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും ആ സർവേശ്വരൻ കുടിയിരിക്കുന്ന ഒരു ജീവൻ തന്നെയാണ് നമ്മുടെ അടുത്തുള്ളത്. അദ്ദേഹത്തിനെയോ അവരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോയാൽ ഭഗവാൻ സന്തോഷിക്കുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചൊന്ന് പിറകിലേക്ക് മാറും. മറ്റുള്ളവർക്ക് ഒരു വേദി, ഒരു പോവാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കും. ഏറ്റവും പിറകിൽ നിന്ന് ഒരാൾ ഒരു ത്യാഗ മനോഭാവത്തോടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ അവരെയാവും ഭഗവാൻ ആദ്യം കാണുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടം അവരെയാണ്. പിന്നെ ഭക്ഷണ സംസ്കാരം, നമ്മുടെ നാടിന്റെ ലളിതമായ പല ഭക്ഷണങ്ങളും നമ്മൾക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുമല്ലേ. പിന്നെ ലളിതമായ വസ്ത്രധാരണ രീതി, പിന്നെ കുട്ടികൾ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചില മൂർത്തികൾ, ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അവർ ചോദിക്കും ഇത് എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ കഥകളിലൂടെ അവർ നമ്മുടെ സംസ്കാരത്തിനെ അറിയും. പ്രായമായ ആളുകൾ മാത്രമല്ല ക്ഷേത്രത്തിൽ പോകേണ്ടത്, ഒരു പണിയുമില്ലാത്ത ആൾക്കാരൊന്നും അല്ല ക്ഷേത്രത്തിൽ പോകേണ്ടത്. കുട്ടിക്കാലത്ത് തന്നെ ആ ഒരു സംസ്കാരം നമ്മൾ തുടങ്ങി വെക്കണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവില്ല. ഓരോ കഥകളും കാലാനുസൃതമായി നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുവാൻ സാധിക്കണം. അപ്പോൾ അതിനുള്ള വഴിയൊക്കെ നമ്മുടെ സംസ്കാരം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 200 എന്നൊരു സംഖ്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ക്ഷേത്രങ്ങൾ. എന്നാൽ അതിനെ പഠിച്ചുകൊണ്ട് അതിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ദിവ്യാനുഭവങ്ങളാണ്. ഓരോ ക്ഷേത്രവും ഹൃദയത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രങ്ങളാണ്. പ്രശസ്തവുമുണ്ട്, അപ്രശസ്തവുമുണ്ട്, സമ്പന്നവുമുണ്ട്, എന്നാൽ ഒട്ടും ശിക്ഷയില്ലാത്ത ക്ഷേത്രം. എന്നാൽ ഓരോ ക്ഷേത്രവും എന്നെ സംബന്ധിച്ച് അത്രയും പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ക്ഷേത്രങ്ങളിൽ നിന്നും മുഴുവനായി ഇവിടെ അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിനോടും നീതി പുലർത്താൻ സാധിക്കാതെയാവും. അപ്പോൾ അതിപ്രശസ്തമായ ഒരു വൈഷ്ണവ ക്ഷേത്രമായ പൊന്നുഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ കുറച്ച് വൈഷ്ണവ ക്ഷേത്രങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. അതിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തത് എനിക്ക് ഭഗവാൻ ഇങ്ങനെ തോന്നിച്ചതിന് പ്രകാരം ഞാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അല്ലാതെ മറ്റ് ക്ഷേത്രങ്ങൾ മോശമാണെന്നൊന്നും അതുകൊണ്ട് അർത്ഥമാക്കേണ്ടതില്ല. ഇപ്പോൾ തോന്നിയ ചില ക്ഷേത്രങ്ങൾ. ഇപ്പൊ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോഴും ഞാൻ മനസ്സിൽ സങ്കല്പിക്കാറുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കാത്തിരിക്കുന്ന ഭൂമികൾ. പിന്നെ അവിടെ നമ്മൾ പാദങ്ങൾ ചവിട്ടണമെങ്കിൽ ആ മൂർത്തിയുടെ അനുവാദം കൂടിയേ തീരും. അവിടെ ചെന്ന് ആ ഭഗവാനോട് അനുവാദം ചോദിച്ചുകൊണ്ട് അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഭഗവാന് മുന്നിൽ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് തിരിച്ചു പോവാറ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മനസ്സുകൊണ്ടാണ് അല്ലെ. ശരീരം ഇവിടെയാണ്. അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോഴും
ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരും. ഓരോ ക്ഷേത്രത്തിന്റെയും കഥകൾ അറിയുമ്പോൾ അത് വെറും കഥകൾ, ഏതോ കാലത്ത് നടന്ന കുറച്ച് കഥകൾ നമ്മൾ മനസ്സിലാക്കി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ആ കഥകളിൽ നിന്നും നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യം ഒന്ന് വിടർന്നാൽ, ആ ഒരു പരമാനന്ദം ഒന്ന് ജനിച്ചാൽ നമ്മൾ കൃതാർത്ഥരായി. അപ്പോൾ അതിനും ആ മായാനാഥനായ സർവേശ്വരൻ തന്നെ അനുഗ്രഹിക്കട്ടെ. ആദ്യം നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീവല്ലഭ മഹാക്ഷേത്രം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ഈ 3 ജില്ലകളും ഒരുമിച്ചൊന്ന് കവർ ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ആലപ്പുഴ നഗരത്തിൽ പോയി താമസിച്ച് രാത്രി അന്ന് അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് യാത്ര തിരിക്കുന്നത്. എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നല്ല ഉറക്കം ഉള്ള ഒരാളാണ്. രാവിലെയൊക്കെ എണീക്കാൻ നല്ല മടിയാണ്. അപ്പോൾ എന്റെ കൂടെ ഒരാളുണ്ട്, എവിടേക്കെങ്കിലും പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 5 മണിക്കാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് 4 മണിക്ക് തന്നെ റെഡി ആയിട്ടിരിക്കും. പിന്നെ എനിക്ക് ഉറങ്ങാനുള്ള കാര്യം ആലോചിക്കുകയല്ല. അതുകൊണ്ട് കൂടിയാണ് ഈ ക്ഷേത്ര തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ആ സമയനിഷ്ഠ ഈ ക്ഷേത്രയാത്രകൾക്ക് ഒരുപാട് സഹായകമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിരാവിലെ ഒരു 4:30 മണിക്കൊക്കെയാണ്, ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് ആലപ്പിൽ നിന്ന്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രം കണ്ട കാഴ്ച ഒരിക്കലും ഞാൻ മറക്കില്ല. 8 ഏക്കറോളം വിസ്താരമുള്ള ക്ഷേത്രഭൂമി, 2 ഏക്കറോളം വിസ്താരമുള്ള ക്ഷേത്രകുളം, പ്രഥമ കാഴ്ചയിൽ തന്നെ പ്രൗഢ ഗംഭീരമായ ഒരു ക്ഷേത്രം. ദക്ഷിണ ഭാരതത്തിൽ തന്നെ ഒരു കാലത്ത് ഏറെ പ്രശസ്തമാർന്ന ഒരു ക്ഷേത്രമാണ് ശ്രീവല്ലഭ ക്ഷേത്രം. കവികളും വൈഷ്ണവ ഭക്തന്മാരുമായ ആൾവാർമാർ പാടി പുകഴ്ത്തിയ ഒരു ക്ഷേത്രമാണിത്. ആൾവാർമാരെ കുറിച്ച് പറയുമ്പോൾ അവർ ശരിക്കും ഭഗവാന്റെ വിഷ്ണു പാർഷദന്മാർ അല്ലെങ്കിൽ ഭഗവാന്റെ ആഭരണങ്ങൾ അവർ വന്ന് ജനിച്ച് അവതാരം ചെയ്തതാണ് അവരെന്നാണ് പറയാ. 12 പേരുണ്ടവര്. നമ്മാഴ്വാർ, തിരുമങ്കയാഴ്വാർ, ആണ്ടാൾ, പെരിയാഴ്വാർ, കുലശേഖരാഴ്വാർ എന്ന് തുടങ്ങി 12 പേര്. അവരുടെ ആ ദിവ്യ പ്രബന്ധങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വായിക്കേണ്ടതാണ്. ഭക്തിയുടെ ഒരു ലഹരിയാണ് അത്. കൃഷ്ണൻ മദീനി, കൃഷ്ണൻ മദീനി, കൃഷ്ണനൊഴിച്ചൊലിക്കൊന്നും വേണ്ട എന്ന് ഉറക്കനെ പാടിയ ആനം മാധവൻ നമ്പൂതിരി താമസിച്ച ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിന്നും പറയുമ്പോൾ ഭക്തി ഒരു ലഹരിയാവുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും. അങ്ങനെയുള്ള ദിവ്യ പ്രബന്ധങ്ങളിൽ ഭഗവാനെ കോലാപ്പിരാൻ, സുന്ദരൻ എന്നൊക്കെയാണ് അവർ പുകഴ്ത്തിയിട്ടുള്ളത്. അവിടെ 2 പ്രതിഷ്ഠകളുണ്ട്, ശ്രീവല്ലഭ പ്രതിഷ്ഠയും പിന്നെ സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠയും. ഈ 2 പ്രതിഷ്ഠകളും ക്രിസ്തുവർഷം മുമ്പേ തന്നെ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ആദ്യത്തെ പ്രതിഷ്ഠ സുദർശനമൂർത്തിയുടേതാണ്, അതായത് ഭഗവാന്റെ സുദർശന ചക്രം. അതീവ വിസ്തരിച്ചുകൊണ്ട് ആ കഥ ഐതിഹ്യമാലയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിസ്തരിക്കുന്നില്ല, ചെറുതായിട്ട് പറയാം. ഇല്ലമുണ്ട് അവിടെ ശങ്കരമംഗലം എന്നൊരു മന, അത് ചന്ദ്രോത്ത് മന എന്നും ആ മനയെ ആളുകൾ വിളിക്കാറുണ്ട്. അതിനാൽ തന്നെ ശ്രീദേവി അന്തർജനം എന്നു പേരുള്ള ഈ അമ്മയെ ചന്ദ്രോത്തമ്മ എന്നും ആളുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മയെ കുറിച്ച് പറയുമ്പോൾ വയോധികയായ ഒരു അമ്മ, വിധവയാണ്, സന്താനങ്ങളുമില്ല. അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരു പരിചാരികയും പിന്നെ അവരുടെ ഒരു മകനും, അവരും മാത്രമേ ഇല്ലത്തുള്ളൂ. അമ്മയുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും ഭഗവാനെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അതേപോലെ ഏകാദശി വ്രതം മുടക്കാറില്ല. അത് അമ്മയുടെ ഒരു നിഷ്ഠയാണ്. ദേവാലപ്പുരയിലുള്ള ആ വിഷ്ണു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി നിന്ന് ആ അമ്മ ഇങ്ങനെ കരഞ്ഞു, ഭഗവാനെ എന്റെ വ്രതത്തിന് ഭംഗം വരുമല്ലോ. ആ സമയത്ത് പടിപ്പുരയുടെ അടുത്ത് നിന്നും അമ്മയെ എനിക്ക് വിശക്കണോ എന്നൊരു സൗണ്ട്. അപ്പോൾ അമ്മ പോയി നോക്കിയപ്പോൾ അതിതേജസ്വിയായ ഒരു ബ്രഹ്മചാരിക്കുട്ടി കൃഷ്ണാഞ്ജലം ധരിച്ച ദണ്ഡ് കയ്യിലെത്തി കുടുംബ കെട്ടിവെച്ച് ഇങ്ങനെ നിൽക്കണോ. അമ്മ പറഞ്ഞു, ഊണ് കാലായിക്കണോ മോൻകുട്ടി, വന്നോളൂ, ഇന്നത്തിന്റെ കുളപ്പുരയിലേക്ക് പൊക്കോളൂ, കുളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, അമ്മേ എനിക്ക് ഒഴുകുന്ന വെള്ളം വേണം, ഞാൻ നദിയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ അതൊക്കെ ആപത്താണ്,
തുകരാസുരൻ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിക്ക് ആപത്താവും, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി സമ്മതിച്ചില്ല. അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോയി. സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മചാരി വേഷത്തിൽ വന്നതാണ്. നദീക്കരയിലേക്ക് ചെന്നതും അസുരൻ യുദ്ധത്തിനായി വന്നു. ഗംഭീര യുദ്ധം നടന്നു. അവസാനം ധണ്ട് സുദർശന ചക്രമായി മാറി. ആ ചക്രം കൊണ്ട് ഭഗവാൻ അസുരനെ വധിച്ചു. നോക്കൂ, ആ അമ്മ ഭഗവാനെ കണ്ട് കൺകുളിർക്കെ കണ്ടു. ആ അമ്മ അവസാനം അതിന്റെ എല്ലാ സ്വത്തും ആ ക്ഷേത്രത്തിനായി എഴുതി കൊടുത്തു. അങ്ങനെ അമ്മ ഭഗവാനിൽ തന്നെ ലയിച്ചു ചേർന്നു. അതിനുശേഷം ചക്രപ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീചക്രപുരം എന്നാണ് നാട് അറിയപ്പെട്ടത്. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ശ്രീവല്ലഭ പ്രതിഷ്ഠ വരുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു രാജാവ്, അത് ചേരമാൻ പെരുമാളാണ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു സ്വപ്ന ദൃശ്യം ഉണ്ടായി. അദ്ദേഹം കുട്ടികളില്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഭഗവാനോട് ഇങ്ങനെ അതിന്റെ പരാതി പറയുമായിരുന്നു. അപ്പോൾ ഗരുഡനാണ് സ്വപ്നത്തിൽ വരുന്നത്. അവിടെ നിന്ന് ഇവർക്ക് ആർക്കും ആ വിഗ്രഹം കണ്ടെത്തുവാൻ സാധിച്ചില്ല. അപ്പോൾ ആ നദിക്കരയിൽ താമസിച്ചിരുന്ന തുളു ബ്രാഹ്മണന്മാരിൽ നിന്നും ഒരാൾ ഇങ്ങോട്ട് മുമ്പിലേക്ക് വന്നു. അയാള് ആ നദിയിലേക്ക് അങ്ങ് മുങ്ങി ഇറങ്ങി ആ വിഗ്രഹം എടുത്തുകൊണ്ടുവന്നു. അത് സാക്ഷാൽ ഗരുഡനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആ വിഗ്രഹം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കാൻ നേരം തന്ത്രിയും മേശാന്തിയും ഒന്ന് മാറി നിന്ന സമയത്ത് കുറച്ചു പേർ അകത്തേക്ക് ശ്രീകോവിലേക്ക് കയറിപ്പോയി ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഇറങ്ങിപ്പോന്നു. അത് സാക്ഷാൽ ദുർവാസാവ് മഹർഷിയും വേദവ്യാസ മഹർഷിയും സപ്തർഷികളുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഏത് നിമിഷവും ആ കൈകൾ നമ്മളോടൊപ്പം ഉണ്ട്. ഏകാന്തത എന്ന് പറയുന്നത് ഒരു ഭക്തന് അത് സംഭവിക്കില്ല അത്രേ. കാരണം ആ ഭക്തൻ എപ്പോഴും ഈശ്വരനിൽ എങ്ങനെയാ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്കാവുക? അതിനാൽ ആ ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതൊരു അതിമനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ്. ഇനി നമ്മൾ തിരുവല്ലയിൽ നിന്നും നേരെ യാത്ര പോകുന്നത് കോട്ടയം ജില്ലയിലേക്കാണ്. തിരുവാപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. എന്താ അതിന്റെ പ്രത്യേകത? പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഭാരതത്തിൽ തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം. എന്താണ് അതിന് കാരണം? ഭഗവാന്റെ വിശപ്പ് തന്നെ. ശരിയാണ്. എന്താന്ന് വെച്ചാൽ കംസവധത്തിനു ശേഷം അതീവ വിശപ്പോടെയും ക്രോധത്തോടെയുമാണ് അത്രയും കണ്ണൻ ഇവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ 2 മണിക്ക് നട ഭഗവാനെ പള്ളി ഉണർത്തി 2:30 ആകുമ്പോഴത്തേക്കിനും വേഗം അഭിഷേകമൊക്കെ ചെയ്ത തല മാത്രം ഒന്ന് തുടയ്ക്കുള്ളൂ. ദേഹം ഒന്നും നോക്കില്ല. എന്നിട്ട് വേഗം ഭഗവാന് ഒരു 3:30 മുമ്പ് തന്നെ ഉഷപായസം വേദിക്കും. തിരുവാർപ്പിൽ ഉഷ അമ്പലപ്പുഴ പാൽപായസം പോലെ തന്നെ പ്രശസ്തമാണ്. അതായത് അത് 1 മാസം വരെയൊക്കെ കേടാകാതിരിക്കും. അങ്ങനെ അതൊന്ന് കുടിച്ച് കഴിഞ്ഞാലാണ് ആൾക്ക് സമാധാനമുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആ നട തുറന്നിട്ടില്ലെങ്കിൽ അത് ധരിക്കാനുള്ള ഒരു കോടാലിയും ആ നാലമ്പലത്തിനകത്ത് തന്നെയുണ്ട്. പിന്നെ അതൊരു അടിയന്തര ക്ഷേത്രമാണ്. സമയനിഷ്ഠ കൃത്യമായി പാലിക്കപ്പെടുന്ന ക്ഷേത്രം. 4ാമത്തെ പുസ്തകമായ സീക്രട്ട് പാസേജസ് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ഏറെ ആരാധ്യയായ ഹെയറൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് സമ്മാനിക്കുവാൻ സാധിച്ചിരുന്നു. അത് വായിച്ച് തമ്പുരാട്ടി നേരിട്ട് വിളിക്കുകയും കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ കവടിയാർ കൊട്ടാരത്തിൽ വെച്ചാണ് തമ്പുരാട്ടിയെ കാണുന്നത്. അന്ന് തമ്പുരാട്ടി ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. ആ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, കുട്ടി എന്തായാലും തിരുവാർപ്പ് എന്ന ക്ഷേത്രത്തിനെ കുറിച്ച് ചെയ്യണം. എന്നിട്ട് ഈ കഥകൾ ഒരുപാട് പറഞ്ഞു തന്നു. ഗ്രഹണ സമയത്ത് ഒരിക്കൽ നട അവിടെ അടച്ചുത്രേ. അതായത് ഗ്രഹണ സമയത്ത് എല്ലാ ക്ഷേത്രത്തിലും നട അടയ്ക്കുമല്ലോ. അങ്ങനെ തിരുവാർപ്പ് അടച്ചു കഴിഞ്ഞ് നട തുറന്നപ്പോൾ ഭഗവാന്റെ ആ കിങ്ങിനിയിലോ അതിങ്ങനെ അഴിഞ്ഞു വീണ് താഴെ കിടക്കണം. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വിശന്ന് വയറൊട്ടിപ്പോയി.
അപ്പോ അതിനുശേഷം വല്യമംഗല സ്വാമിയാർ ആ വഴി വന്നു എന്നും അദ്ദേഹം പറഞ്ഞു എന്നും ഇനി ഗ്രഹണ സമയത്തും ആ നട അടയ്ക്കേണ്ടതില്ല. അവിടെ ഗ്രഹണ സമയത്ത് ഇപ്പോഴും പ്രത്യേക പൂജകൾ നടക്കാറുണ്ട്. പിന്നെ ഒരു കഥ, അവിടെ അടുത്ത് ഒരു മാടക്കട, ഒരു കൊച്ചു കട ഉണ്ടായിരുന്നു. മിഠായിയൊക്കെ, അതായത് നമ്മുടെ പഞ്ചാര മിഠായിയൊക്കെ വിൽക്കുന്ന ഒരു കട. ആ കടയിലേക്ക് ഒരു ഉണ്ണി ഒരു ദിവസം ഇങ്ങനെ ഓടി വന്നു, ചെറിയ കുട്ടി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മിഠായി വേണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കടക്കാരൻ മിഠായി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പൈസ ചോദിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. അപ്പൊ കുട്ടി എന്ത് ചെയ്തു, ഒരു കിഴി ഇട്ട് കൊടുത്തു. എന്നിട്ട് കുട്ടി ഓടി പോവുകയും ചെയ്തു. അയാള് തുറന്നു നോക്കിയപ്പോൾ അത് തിരുവാർപ്പിലപ്പന്റെ തിരുവാഭരണങ്ങളായിരുന്നു. ആ സമയത്ത് ആ ശ്രീകോവിലിൽ ഭഗവാന്റെ ആ ആഭരണങ്ങൾ അപ്രത്യക്ഷമായി. ആ ഭക്തൻ കണ്ണുനീരോടുകൂടി അതവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു. ഈ കഥ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ തമ്പുരാട്ടിയുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ ധാരധാരയായിട്ട് കണ്ണുനീർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിനാൽ തന്നെ ആ ഉണ്ണിയുടെ മുമ്പിൽ പോയി നിന്നപ്പോൾ ആ മിഠായി കൊതിയനായ ആ ഉണ്ണിയെ തന്നെയാണ് എനിക്കും ഓർമ്മ വന്നത്. ആ തൃക്കൈവെണ്ണ സമർപ്പിച്ചിട്ടാണ് തിരിച്ചു നടന്നത്. ദേശത്തിനടുത്ത് ഒരു കൊച്ചു ക്ഷേത്രമുണ്ട്, മാനംകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം. ഉണ്ണിക്കുളി കണ്ട് ആസ്വദിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് അവിടെ കുടികൊള്ളുന്നത്. കുട്ടികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രം. ശിശു സംരക്ഷകനായിട്ടാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. സാധാരണ ചോറൂണ് കഴിയുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ലല്ലോ. എന്നാൽ ഇവിടെ 16 ദിവസം, കുട്ടി ജനിച്ച് 16 ദിവസമായി കഴിഞ്ഞാൽ കുഞ്ഞിനും അമ്മയ്ക്കും ക്ഷേത്രത്തിൽ കയറാം. എന്നിട്ട് അവിടെ ഭഗവാന്റെ മുന്നിൽ വെച്ചൊരു വിസ്തരിച്ച് കുടിയുണ്ട്. അവിടുത്തെ തീർത്ഥക്കിണറിലെ ജലം, ഭഗവാൻ അഭിഷേകം ചെയ്ത ജലം, ഇതെല്ലാം കൂടെ കലർത്തി കുഞ്ഞിനെ അവിടെ മുമ്പിൽ വെച്ച് കുളിപ്പിക്കും. എന്നിട്ട് ആ തല പോലും തുറത്താതെയാണ് കുട്ടിയെ മുമ്പിലേക്ക് കൊണ്ടുപോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ ഒത്തിരി വർത്തമാനങ്ങൾ ഈ കുഞ്ഞിനോട് ചോദിക്കുമത്രേ. അപ്പോൾ എന്താവും ആ കിണറിലെ ജലത്തിന്റെ പ്രത്യേകത നമ്മൾ ആലോചിക്കണല്ലോ. പൂതനാമോക്ഷം കഥയുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. പാല് കുടിക്കുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്കുണ്ടോ സമാധാനമാകണോ? എന്റെ ഉണ്ണിക്ക് വല്ല ആദ്യം വല്ല വിഷമം ഒന്ന് പറ്റിയിട്ടുണ്ടാകുമോ എന്നിങ്ങനെ അമ്മ സങ്കടപ്പെട്ടു. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു, മഹാവിഷ്ണുവിനോട് എന്നെ പരാതി പറഞ്ഞു. ഭഗവാനെ വൈകുണ്ഠനാഥ, എന്റെ ഉണ്ണിക്ക് വിഷമൊന്നും തീണ്ടരുതേ നിന്നെ പ്രാർത്ഥിച്ചുത്രേ. അപ്പോൾ ആ ലോകൈകനാഥനായ ഭഗവാൻ ആ അമൃതിൽ നിന്നും ഒരിത്തിരി ആ ഗോകുലത്തിലെ കിണറിലേക്ക് ഇങ്ങനെ കുറുമ്പ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. അതിമനോഹരമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത്. കണ്ടിട്ടില്ലെങ്കിൽ കാണുക തന്നെ വേണം. അപ്പോൾ മാനംകുളങ്ങരയിലെ ആ ഉണ്ണിക്കണ്ണനെ തൊഴുതുകൊണ്ട് നമ്മൾ ഇനി എങ്ങോട്ടാ പോണ്ടത്? തൃശൂർ ജില്ലയിലേക്കൊന്ന് പോവാം. തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ജയതു ജയതു ദേവോ ദേവഗീനന്ദനോയം, ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശ പ്രദീപ എന്നിങ്ങനെ ഭക്തിയുടെ ഒരു മാധുര്യം നിറഞ്ഞിട്ടുള്ള കൃതിയാണിത്. ഭഗവാനെ ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരു കൃതിയാണിത്. ആ മുകുന്ദമാല കുലശേഖര ആഴ്വാർ രചിച്ചത് തൃക്കുലശേഖരപുരത്തപ്പന്റെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ടാണത്രേ. പ്രശസ്തമായ ആ കൃതി ഒന്നു മാത്രം മതി നമുക്ക് ആ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കുവാൻ. അത് ആദ്യം ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നും പിന്നീട് പുതുക്കി പണിതതാണ് എന്നും പറയപ്പെടുന്നത്. അതിന്റെ ശ്രീകോവിൽ ഗംഭീരമാണ്. 3 നിലകളോടുകൂടിയ വലിയ അധിഷ്ഠാനത്തിലുള്ള ശ്രീകോവിലാണ്. തമിഴകത്തു നിന്നും ശില്പികൾ വന്നതിനാലാവണം തമിഴ് സ്വാധീനം അതിലുണ്ട്. അവിടെ ഇങ്ങനെ ആ ഉയരമേറിയ ശ്രീകോവിലിൽ ഭഗവാനിനെ വിരാജിക്കുന്നു. യൗവനഭാവമാണ്.
നവനീത കൃഷ്ണ സങ്കല്പവുമുണ്ട്. ആ ശ്രീകോവിൽ ശരിക്കും പുരാവസ്തു വകുപ്പൊക്കെ ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് റെഫറൻസ് ആയിട്ട് വയ്ക്കുന്ന ഒരു ശ്രീകോവിലാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ശില്പിയെയും ആ രാജാവിനെയും പ്രണമിച്ചു പോകും. ഭഗവാനോട് നേരെ മുമ്പിലായിട്ട് ഭഗവാനെ നോക്കിക്കൊണ്ട് ഗരുഡനും കുടികൊള്ളുന്നുണ്ട്. കടങ്ങളുടെ താഴേക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞി കാലുകൾ കൊണ്ട് അച്ഛനെ ഒന്ന് തട്ടിയിട്ടുണ്ടാവും, ഒന്ന് അച്ഛനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടാവും. അതേപോലെ നന്ദഗോപുരം ആ ബാലലീലകൾ മുഴുവൻ കാണുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരച്ഛൻ. ആ പുണ്യം ചെയ്ത ജന്മങ്ങൾ അവിടെ ശ്രീകോവിലുകളിൽ പരസ്പരാഭിമുഖമായി കുടികൊള്ളുന്നുണ്ട്. പിന്നെ മഹാലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ വലിയ ക്ഷേത്രഭൂമിയാണ്, വലിയ ശ്രീകോവിലും അങ്ങനെ ആ നിർമ്മിതിയൊക്കെ ഇങ്ങനെ കുറ്റമറ്റതാണ്. തിരുനാവായ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നാവാമുകുന്ദ ക്ഷേത്രം, നവയോഗികളാൽ പ്രതിഷ്ഠിതനായ മുക്തിപ്രദായകനായ മുകുന്ദൻ കുടികൊള്ളുന്ന ക്ഷേത്രം. ഇത് 108 വൈഷ്ണവ തിരുപ്പതികളിൽ ഉൾപ്പെട്ട ഒരു ക്ഷേത്രമാണ്. നമ്മാഴ്വാരൊക്കെ സന്ദർശിച്ച ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ആ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് പ്രശസ്തമാകുന്ന ക്ഷേത്രമാണ്. എന്നാൽ ബലിതർപ്പണ ചടങ്ങുകളിൽ ഒതുങ്ങി പോവേണ്ട ഒരു ക്ഷേത്രമല്ല അത്. അത്രയും പ്രാധാന്യം ആ ക്ഷേത്രത്തിനുണ്ട്. നിഗൂഢമായ ഒരു വശ്യത ആ ക്ഷേത്രത്തിലുണ്ട്. ഋഷഭദേവൻ അറിയാലോ, ഭഗവാന്റെ ദശാവതാരമായ ഋഷഭദേവന്റെ പുത്രന്മാരായ നവയോഗികൾ, ജന്മനാ ആത്മരാമന്മാരായ ജീവൻ മുക്തരായ അവർ ഒരുമിച്ച് എപ്പോഴും സഞ്ചരിക്കുന്ന ആ സഹോദരന്മാർ ഒരിക്കൽ നേപ്പാളിലെ ഘട്ടകി നദിയിൽ നിന്നും 9 സാളഗ്രാമങ്ങൾ അവർക്ക് ലഭിക്കുന്നു. സാളഗ്രാമങ്ങൾ തന്നെയാണെന്നും പറയുന്നത്, എന്നാൽ വിഗ്രഹങ്ങളാണെന്നും പറയുന്നത്. എന്തായാലും ആ ദിവ്യമായ വിഗ്രഹങ്ങളുമായി അത് പ്രതിഷ്ഠിക്കാനായിക്കൊണ്ട് അവരിങ്ങനെ നടന്നു. അങ്ങനെ അവർ എത്തിച്ചേർന്നത് എവിടെയാണ്? ഈ ആൽവൃക്ഷങ്ങളാൽ സമൃദ്ധമായ നിലയെ സാക്ഷി നിർത്തുന്ന ഈ ഭൂമിയിലാണ്. അങ്ങനെ ആദ്യത്തെ പ്രതിഷ്ഠ ആദ്യത്തെ യോഗി നടത്തി. പക്ഷെ ആ വിഗ്രഹം ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തു. അങ്ങ് എത്തേണ്ടത് ഇങ്ങനെയൊന്നും പോകണ്ട, കാലം പിറകിലുണ്ട്. അതിനെന്നെ എന്തു വേണം? ഈ ശ്രീകോവിൽ കടന്നിട്ട് ഓടിക്കോളൂ. അവിടുത്തെ പടിഞ്ഞാറേ വാതിൽ തുറന്നു കൊടുത്തു. അന്ന് തുറന്നു കൊടുത്ത പടിഞ്ഞാറേ വാതിലിലൂടെ കുട്ടികൾക്ക് ഓടി. ആ തൊട്ടടുത്ത് തന്നെ നന്ദികേശ്വരൻ വന്നു ആ വഴി കാണിച്ചു കൊടുക്കാനായിട്ട്. അന്ന് അവിടെ സന്നിഹിതനായ നന്ദികേശ്വരനാണ് പിന്നീട് അവിടെ ആ ഒരു രൂപമായിട്ടിരിക്കുന്നത്. അന്ന് കുട്ടി ഓടിയതും ആ വാതിലങ്ങോട്ട് അടഞ്ഞു, അത് പിന്നെ തുറന്നിട്ടുമില്ല. ഇതെല്ലാം വിഷ്ണുഭവത്തിലേക്ക് ഞാൻ എത്തിച്ചുകൊള്ളാം എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ആ നില ഇങ്ങനെ ഒഴുകുമ്പോൾ, ആ ദൃശ്യം കാണുമ്പോൾ നമ്മളിലും ചില പാഠങ്ങൾ ഉണരും. ഈ മനുഷ്യജന്മം എന്തിനാണ് കിട്ടിയിരിക്കുന്നത്? ആ ഈശ്വരനെ അറിയുവാനല്ലേ? ഇത് കുമിള പോലെ ഇല്ലാതെയാവുന്ന ഇത് വെച്ചുകൊണ്ട് ആ ദേഷ്യവും അഹങ്കാരവും കുരിഷ്ടവും കുനായ്മയും എടുത്ത് നശിപ്പിക്കാനുള്ളതാണോ? അതോ കിട്ടിയ സമയം മുഴുവൻ ആ ഹരിയെ അറിയുവാനാണോ? നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം ആ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാനാണോ? നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാനാണോ? ഇതെല്ലാം ആ നില അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ശരിക്കും ഭഗവാൻ അച്ഛന്റെ രൂപത്തിലും ദേവി അമ്മയുടെ രൂപത്തിലും ആദിഗണേശൻ മകന്റെ രൂപത്തിലുമാണത്രേ. 5 ക്ഷേത്രങ്ങൾ പറഞ്ഞത് കുറച്ചെങ്കിലും ആ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്. ഇത് കുറേ ക്ഷേത്രങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഒന്നും എത്തില്ല, വെറുതെ ഇങ്ങനെ വാക്കുകൊണ്ട് കുറഞ്ഞ് പറയാം എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആദ്യം പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന ഇവിടെ പൈതൃകത്തിലെ ആൾക്കാര്, രവിയേട്ടൻ, മധുവേട്ടൻ, ഡോക്ടർ, രാജഗോപാൽജി, ഇവരെല്ലാവരെയും നിർബന്ധം കൊണ്ടാണ്. പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ എന്നോട് പറയൊന്നും പറയുന്നതാണ് എപ്പോഴും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു തീർക്കുമ്പോൾ എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ ഭർത്താവാണ്. ഇത് ഒരിക്കലും ഒരു പ്രഭാഷണം എന്ന രീതിയിലൊന്നും എടുക്കരുത്. ഇതെന്റെ ഒരു അനുഭവങ്ങൾ, വലിയ അനുഭവങ്ങൾ. നിങ്ങൾ താല്പര്യമുള്ളവരിലേക്ക് നിങ്ങൾക്കിത് കാണാൻ പോകാനുള്ള ഒരു ചേതന ഉണ്ടാവട്ടെ, ഒരു ആഗ്രഹം തോന്നട്ടെ, ഇത് വെച്ച് പറഞ്ഞു എന്ന് മാത്രം. ഈ
അതിമനോഹരമായ ഒരു വേദിയും ഇത്രയും ഭക്തന്മാരുടെ ഒരു സദസ്സുമൊക്കെ ഒരുക്കി തന്ന പൈതൃകത്തിന് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. ജീവിതത്തിലെ ഒരു അസുലഭ നിമിഷമാണ്. ഈശ്വരനെ കുറിച്ച് പറയുവാൻ സാധിക്കുക, ഈശ്വരനെ കുറിച്ച് കേൾക്കുവാൻ സാധിക്കുക. ഇതിൽ പരം ഭാഗ്യം എന്താണ്? ഇത് ഈ എളിയ ഒരു ആളാണ് ഞാൻ, സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ്. അങ്ങനെയുള്ള എന്നെ ഇവിടെ ഇങ്ങനെ വിളിച്ച് എത്തി പറയിച്ചതിന് പൈതൃകത്തിലെ ഏവരോടും ഹൃദയം നിറഞ്ഞ ശിരസ് നമിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത് പറഞ്ഞത് മുഴുവൻ ആ ഭഗവാൻ തന്ന വാക്കുകളാണ്. അതിനാൽ ഈ പറഞ്ഞ ഓരോ വാക്കും ഓരോ അക്ഷരവും ആ പൊന്നു ഗുരുവായൂരപ്പന്റെ കുഞ്ഞു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു വർഷം ആശംസിച്ചുകൊള്ളുന്നു. മണ്ണുണ്ണും വെണ്ണയുണ്ണും കടുതര വിഷസമിശ്രമം സ്തന്യമുണ്ണും മണ്ണും കല്ലും നിറഞ്ഞോടവിലും അരകിലച്ചീരയും തീരുണ്ണും തിണ്ണം ബ്രഹ്മണ്ടമങ്ങിക്കുടമയ ഗുരുവായൂരും നാഥ നീ എന്തും നില്ലയുണ്ണി നിവേദിക്കുവൻ അടിമലരിൽ കൂപ്പുവൻ തത്വരാഷ്ട്രം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ശരണം. ഒരു ഭക്തി പ്രഭാഷണം ഇത്ര മനോഹരമായി പറയാൻ കഴിയും, കൃത്യമായി പറയാൻ കഴിയുന്ന ഈ പ്രഭാഷണം കേരളത്തിലെ 5 കൃഷ്ണക്ഷേത്രങ്ങളുടെ മുറ്റത്താണ് നമ്മുടെ മനസ്സ്. അവിടുന്ന് ഇപ്പോൾ നമുക്ക് തോന്നില്ല ഇത്ര മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. എനിക്കറിയില്ല ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഇവിടെ ഇന്ന് ഓരോരുത്തരും മനസ്സിൽ ചോദിക്കുന്നതാണ് ഒരു ചോദ്യം. എന്താ അറിയോ? എവിടെയായിരുന്നു ഇത്രയും കാലം? വേണ്ട, ശ്രീമതി രഞ്ജിനി വിനോദൻ നമുക്ക് ഇവിടെ പരിചയപ്പെടുന്ന കാര്യമില്ല. ബ്ലോഗറായിട്ടും പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടും. പക്ഷെ ആദ്യമായും പ്രഭാഷണം ഇവിടെ സംസ്ഥാനം ഹരിശ്രീ കുറിച്ചത് പൈതൃകത്തിലൂടെയാണ്. ഈ വെച്ചടി മുന്നോട്ടല്ല. ഇനി നമുക്ക് അടുത്ത് കാണാൻ പോകുന്നത് മേൽപ്പത്രോളിത്തൊഴിൽ ഉറങ്ങുന്ന സംസ്ഥാനം മേൽപ്പത്രോളിത്തൊഴിൽ പ്രഭാഷണ രഞ്ജിനിയുടെ സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് ഒരു ആണിന്റെ ഒരു പുരുഷന്റെ വിജയത്തിന് വേണ്ടി ഒരു സ്ത്രീ നമ്മളായിരുന്നു. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഒരു സ്ത്രീയുടെ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഈ പ്രഭാഷണം അവതരിപ്പിക്കാൻ വേണ്ടി രഞ്ജിനിയിലോട്ടും കയറിയപ്പോ നെഞ്ചുരിക്കുന്നു. ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറയണോ അപ്പൊ അത് വളരെ ലളിതമായ ഭാഷയിൽ, അറിയുന്ന ഭാഷയിൽ നല്ല സുഖപ്രദമായിട്ട് മാഡം ഇവിടെ പ്രസന്റ് ചെയ്തു. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ചു. ഒരാൾ പോലും ഉറക്കം തോന്നുകയോ അതൊന്നും ഉണ്ടായില്ല. വളരെ ജിജ്ഞാസുകളായിരുന്നു. അത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളെ പോലെയുള്ള ഈ പ്രഭാഷകരെ ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത്. കാരണം അവരിലുള്ള ഊർജം പങ്കിടാൻ ഒരു വേദി കിട്ടുകയാണ്. അപ്പൊ ആ വേദിയിൽ നമ്മളും കൂടി ഉള്ളപ്പോ നമുക്കും കൂടി ആ ഊർജ്ജശക്തി കിട്ടുക എന്നുള്ളതാണ്. അത് തിരിച്ച് നമ്മൾ അവരെ ആദരിക്കുക എന്നുള്ള പറഞ്ഞാലും ഇത്രയും കഴിവുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള പ്രതിഭയുള്ള ഒരു സ്ത്രീയെ നമ്മളിവിടെ പ്രസന്റ് ചെയ്യണം. അതിനൊരു യോഗം പൈതൃകത്തിന് കിട്ടിയെന്നുള്ളതാണ്. നമുക്കിപ്പോ അവിടെ പോയ പോലെയാണ് തോന്നുന്നത്. കാരണം നമുക്ക് അറിയില്ല, പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതാണ്. അപ്പോ ശരിക്കും അവിടെ പോയ പോലത്തെ ഒരു അനുഭൂതിയാണ് ഈ ഒരു കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ശരിക്കും പോകണം എന്ന ഒരാഗ്രഹം എനിക്ക് കൂടി ഉണ്ടായതും. ഒപ്പം എന്റെ വിശ്വാസം അറ്റൻഡ് ചെയ്ത എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറായിരിക്കും.